അപ്പോൾ അപ്പോൾ ഹെൻറി നമുക്ക് എന്താണുള്ളത് ചായ കുടിക്കുക. ഞാൻ ഇടയ്ക്കൊക്കെ വന്നൊരു ചായ കുടിക്കുന്നതാണ്. ചായ അതുപോലെ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു കടി കഴിച്ചിട്ട് നമുക്ക് അതൊക്കെ അടുത്ത് നമുക്ക് ചിക്കൻ കാര്യങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ No, Sushant, que parvo le churia. मेरी 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 तेरी कहाँ चोरी ओले बेज़ोमी Ah, tu gonna be ya, tu gonna be ya. Sama terbaik, sama terbaik. മാർച്ചിലോട്ട് പോവാണ് ഗൈസ്. ഹെൻറി നടക്കട്ടെ. നമ്മളത് ബാഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് വന്ന് ഇന്നത്തെ ഇവിടുത്തെ മാർച്ച് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ കൂടെ ഓൾറെഡി നമ്മുടെ കൂടെ നിഖിലുണ്ട്. നിഖിലേ, അപ്പോൾ എന്താ ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ നടക്കാനുള്ളത്. ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് മാർച്ചിലോട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർച്ച്. മാർച്ച് എന്ന് പറയുന്നത് എന്താണ് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള മാർച്ചാണ്. കാര്യം ഇതെന്നുള്ളതല്ല, ഇവിടെ ഒരു എന്താണ് ബുധനാഴ്ച അതുപോലെ തന്നെ ശനിയാഴ്ച മാത്രമുള്ള മാർച്ചാണ്. കാരണം ഇവിടെ ഓൾറെഡി ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ മാത്രമല്ല, പാരീസിൽ മാത്രമല്ല, ഒരു പാരീസിലെ അതുപോലെ ഫ്രാൻസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് എന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും ഒരു മന എന്താണ് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലെ സാധാ മാർഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചിൽ പറയുന്ന വേർഡാണ് മാർഷേ എന്ന് പറയുന്നത്. മാർക്കറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചന്ത. ഈ എല്ലാ ചന്തയിലെ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും മാർച്ചിലോട്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്താ ഹെൻറിയും നിഖിലും കൂടെ ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് നടക്കാം ഗൈസ്. അപ്പം ഗൈസ്, ഇതേ കഴിഞ്ഞ ദിവസം മേടിച്ച ബാഗാണ് കേട്ടോ. 10,000 രൂപക്ക് മേടിച്ച ബാഗാണ്. കാര്യം നമുക്ക് എല്ലാ സാധനം കൂടെ എന്താണ് ചുവന്നുകൊണ്ട് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാഗ് മേടിച്ചു. ഇതാകുമ്പോൾ നമുക്കിത് ഇങ്ങനെ ട്രോളി പോലെ നമുക്ക് ഉരുട്ടിക്കൊണ്ട് നമുക്ക് കൊണ്ടുവരാം. അതുകൊണ്ടൊരു ഗുണമാണ് എന്തായാലും. അപ്പോൾ എന്തായാലും പോയേക്കാം. അപ്പം നമുക്ക് എന്താണെങ്കിലും എന്താണ് ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. കാര്യം ബസ്സൊക്കെ കയറിയാണ് ഒരുപാട് ആൾക്കാരോട് വരുന്നത്. നമുക്കത് കാണാം. കണ്ട ഒരുപാട് ആൾക്കാർ ഇത് മേടിച്ച് സാധനം മേടിച്ച് എല്ലാം പച്ചക്കറികളും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മേടിച്ച് കാണാം. നമുക്കൊരു ഒരു ഉമ്മമാനെ കാണാം. എന്തായാലും നമുക്ക് മാർച്ചിലോട്ട് നമുക്ക് പോവാം. ഒരുപാട് പേരാണ് മാർച്ചിലോട്ട് വരുന്നത്. എല്ലാവരും മാർച്ചിൽ അത്ര റേറ്റ് കാര്യങ്ങൾ എല്ലാത്തിനും റേറ്റ് കുറവ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും മാർച്ചിലോട്ട് നടക്കാം. പിന്നെ എന്തായാലും നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ചെടികൾ കാര്യങ്ങളൊക്കെ കണ്ട വിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാ ചെടി കാര്യങ്ങൾ അറിയില്ലല്ലയാ. ഇവരൊക്കെ എന്താണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് ലൈസൻസ് ഇല്ല കച്ചവടം ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ പോസിബിൾ അപ്പോൾ എന്തായാലും നമുക്ക് സാധനം മേടിക്കുക, സാധനം നോക്കാണ് പോകണം. നമുക്ക് ഇന്ന് കുറച്ച് ചിക്കന് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇന്ന് കുറച്ച് ചിക്കന് കാര്യങ്ങൾ അതുപോലെ തന്നെ കരളൊക്കെ മേടിക്കാൻ പോവാണ്. അപ്പം പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ചായ ഉണ്ട്. നമുക്ക് നീ കൊണ്ട് പോവാം. സ്പെഷ്യൽ ഒരു ചായ ഉണ്ട് മൊറോക്കോ. നീ നോർമൽ ഇത്ര ചായ ഉണ്ട് ഇവിടെ, മൊറോക്കൻ ചായ എന്ന് പറയുന്നത്. പാങ്ങുടിയ അതും പിന്നെ എന്താണ് ഈ പറഞ്ഞ ഇവിടെ ഉമ്മറയും മൊറോക്കയും മറ്റേ നമ്മുടെ മല്ലിയിലൊക്കെ ആയിട്ടുള്ളൊരു ചായ. അപ്പം അതും കൂടെ ഇട്ട് നമുക്ക് ഇവിടെ കുടിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഗൈസ് കമോൺ. ഇതൊക്കെ അപ്പൊ മനസ്സിലായത്. നമുക്കിത് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെയൊക്കെ നല്ല വിലക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഇവിടെ വമ്പം കച്ചവടം നടക്കുകയാണ്. നമ്മളിത് ഇവര് ഫാമിലി ആയിട്ട് തന്നെ കച്ചവടമാണെന്നാണ് തോന്നുന്നത്. എല്ലാ സാധനവും ഉണ്ട്.
വേറെ ഒന്നും കൊണ്ടല്ല Vous la faites comme ça, vous voyez. Vous la faites toujours un réglage là, un réglage comme ça. Et ça, c'est la boucle là en dents de serpent, vous voyez. Après, quand vous la portez, vous la faites comme ça, vous voyez. Et l'avantage de ce produit-là, c'est que ça ne va pas vous gêner. Et vous pouvez la faire même comme ça, par exemple en dessous de votre pantalon, comme ça, en dessous de le calba. Si vous voulez mettre à l'intérieur, comme j'ai dit tout à l'heure, le passeport, ça rentre à l'intérieur comme ça, vous refermez. Et après, vous pouvez la faire comme ça, et vous pouvez la faire pivoter à l'intérieur comme ça de votre pantalon. Et après, le côté pratique dans cette ceinture-là, comme ça, vous pouvez rajouter toujours à l'intérieur plus d'objets. Par exemple, vous pouvez faire l'argent, vous pouvez faire le portefeuille, et ça ne sonne pas à l'aéroport, vous voyez, vous refermez. Et vous gardez à l'intérieur seulement votre argent. Par contre, si vous voyagez, c'est là où il faut mettre que l'argent. Mettez pas les clés, mettez pas le téléphone à l'intérieur. Vous voyez, vous mettez à l'intérieur simplement votre argent. Vous refermez comme ça. Et ici, vous avez votre sécurité. Après, vous pouvez la cacher comme ça. Alors, l'avantage après, dans ce produit-là, on peut mettre à l'intérieur comme ça, vous voyez, la bouteille d'eau, la crème solaire, vous faites ça, vous voyez, vous refermez. Et après, vous pouvez la porter également comme ça, par exemple en bandoulière, simplement pour faire le sport, par exemple pour faire la randonnée. Et après, tu peux faire également la transpiration, vous voyez, l'humidité, l'averse. L'eau, ça ne va pas rentrer à l'intérieur. Le système, il est en combinaison de plongée. Et après, vous pouvez faire passeport, argent, téléphone, deux téléphones comme ça. Vous voyez, vous refermez. Et peu importe ce que vous mettez à l'intérieur, regardez, jeune homme. Ça prend la forme de ce que vous avez mis dedans. നല്ല ഗ്ലാസ് പ്ലേറ്റ് അതുപോലെയാണ്. Andiamo alla piazza di Toro, andiamo a scuola. ലേഡീസ് ബാഗ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ കുറച്ച് ബീഫ് മേടിക്കാണ്ട് വന്നതാണ്. ബീഫിന് ഏകദേശം 3 കിലോക്ക് 30 യൂറോ, 2500 രൂപ, 2700 രൂപ. ഒരു 1.5 കിലോ മതി എന്ന് പറഞ്ഞു, 17 യൂറോയായി. അപ്പോൾ ഹെൻറി, നമുക്ക് എന്താണുള്ളത് ചായ കുടിക്കുക. ഞാൻ ഇടയ്ക്കൊക്കെ വന്നൊരു ചായ കുടിക്കുന്നതാണ്. ചായ അതുപോലെ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു കടി കഴിച്ചിട്ട് നമുക്ക് അതൊക്കെ അടുത്ത് നമുക്ക് ചിക്കൻ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന നോക്കാം. ഓക്കെ. oui, c'est beaucoup pour ça en Algérie. Congratulations. ബന്ധാളും കടി. അപ്പൊ ഹെൻറി, ഇതേ നമുക്ക് എന്താണ് ഒരു 3 ചായ പറയാം അല്ലേ? എടാ, അപ്പൊ ഒരു 3 ചായ നമുക്ക് പറയാം, 3 മുറകൻ ചായ. പിന്നെ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും പറയണോ? നിങ്ങളെ കഴിക്കാൻ എന്തെങ്കിലും പറയണോ? ഒന്നും വേണ്ടല്ലോ. എടാ, നിനക്ക് എന്തെങ്കിലും വേണോ? ഹെൻറിക്ക് മുട്ട പപ്സ് വേണമെന്ന്. മുട്ട പപ്സ് ഇല്ലടാ, മുട്ട പപ്സ് മേടിക്കാൻ ഫ്രാൻസിൽ കിട്ടില്ലെന്ന് തോന്നുന്നു. അത് നമ്മുടെ നാട്ടിൽ തന്നെ പോകണം, മുട്ട പപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ. അതങ്ങോട്ട് സൂം ചെയ്യാം, അങ്ങോട്ട് പൊരിക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ അത് നമ്മുടെ നാട്ടിലെ ഒരു പൂരി പോലത്തെ ഒരു സാധനമാണ്. എന്നിട്ട് ആ പഞ്ചസാരക്കകത്ത് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് സെർവ് ചെയ്യും. അത്യാവശ്യം പൊടിയാണ്. ഓർഗണ ചെയ്യാം. എടാ, നീ 3x ഇടരുത് കേട്ടോ. ഇത് പള്ളിക്ക് വേണ്ടിയിട്ടല്ലേ. എല്ലാ വീടും 3x ഇട്ടേക്കരുത് കേട്ടോ, മനുഷ്യനെ കാണാൻ പറ്റില്ല. Acha, je suis youtuber, hein. Pourquoi moi juste prendre la vidéo, ça va? Ça va, pas de problème?
ഓക്കെ എടാ വീടെടുത്ത് കുഴപ്പമില്ല. ഇത് 2 ചായ കിട്ടി. നല്ല മൊറോക്കൻ സ്പെഷ്യൽ ചായ ആണ് എന്താകും. മസീഫ് 2 മതിയോ? നമുക്ക് ഇതാണ് സംഭവം. കാര്യം നമ്മുടെ എന്താണ് ഒരു ബീഫിന്റെ എന്താ സാധനം ഇത് ടാക്കൂസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബീഫ് നമ്മുടെ ഹാഷ് എന്ന് പറയുന്നത് നമ്മുടെ ബീഫിന്റെ ഒരു വേറൊരു സംഭവം. എന്താ സാധനം പറയുന്നത് ഹാഷ്? ബീഫിന്റെ ഇതല്ലേ? അപ്പൊ മാറി ബീഫിന്റെ ഒരു എന്താണ് ഒരു ഇതാണ് മേടിച്ചത്. എന്താണ് ബീഫിന്റെ വയറുഭാഗം കാര്യങ്ങളാണ് മേടിച്ചത്. അപ്പൊ എന്തായാലും ഏകദേശം 3.5 യൂറോ, ഏകദേശം 300 രൂപ നാട്ടിൽ വരും. 300 രൂപ. അപ്പൊ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനുണ്ട് അങ്ങനെ കൊള്ളാം. 300 രൂപക്ക് വറുത്താണ്. മൊറോക്കോക്കാരനാണ് നമ്മുടെ. ഓക്കെ ബോളിവുഡ് സോങ്. India, good. India, Maurice. Où est les Maurice? On est là. Shahrukh Khan, papa. Ça va quoi? Ça va, tout bien. Là, ouais, on est là, on marche là-bas. Toujours là, c'est un bon. Bollywood chant, s'il te plaît. Bollywood chant. Chant. Où chante? Ah, la chantilly cantare, italien, mon frère. Quoi? Italien, mon frère, la chantilly cantare. Non, tu chantes. Quelque part, Boli Chudia. Ah non, Mary, Terry, free, oh, les besoins, mais. Tu gonna be. നമ്മുടെ പുള്ളിക്കാരന്റെ കടയാണ് കേട്ടോ. പുള്ളിക്കാരന്റെ സ്റ്റാള് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ വിലപേശലാണ് നടക്കുന്നത്. Allez-y là, ouais, ensuite tu verras c'est qui. Ouais, mesdames, ouais, c'est qui. Allez, mesdames, on prend tout seul ensuite là. നമ്മുടെ ബായി C'est vivant pour c'est pas cher là, les gars, ouais. നോർമൽ സവാ. എടാ എന്തിനാ പറയുന്നത്? മെസ്സി ഷെഫ്, മെസ്സി ബുക്ക്, മെസ്സി ഫ്രർ, മെസ്സി പുള്ളിക്കാരനെ വീഡിയോ എടുത്തു തന്ന. നമ്മുടെ പെപ്സി കൊക്കക്കോള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ചീപ്പാണ്. നമ്മുടെ പഞ്ചാബീസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നമുക്ക് നിസ്സാര വിലയുള്ളൂ. നമുക്ക് 2 യൂറോ 3 യൂറോ നോർമലായിട്ട് ഇവിടെ 1 ലിറ്റർ കൊക്കക്കോള ഒക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വെറും എന്താണ് 50 സെന്റിന് നമുക്ക് കിട്ടും. 50 സെന്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വെറും 40 രൂപ 30 രൂപക്ക് നമുക്ക് 1 ലിറ്റർ കൊക്കക്കോള പെപ്സി കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മറ്റേ സാധനം ഉണ്ടല്ലോ അതിൽ അതേക്കല്ലേ. ഇത് ഫിഷിന്റെ സെക്ഷനിൽ നമുക്ക് നോക്കാം. ഫിഷിന്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. സൗഭായ് പൈസ അച്ഛാ ഫിഷ് കാര്യങ്ങളൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് നീല സാധനം? നീല ഇതൊക്കെ എന്താണ്? ചെന്താക്കുള് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെന്താക്കുള് നീരാളിയാണ്. നീരാളിക്കട നോക്കിയേ 12 യൂറോ ആണ്. ഏകദേശം 1000 രൂപ നമുക്ക് വില വരും. സ്ക്വിഡ് എന്ന് പറഞ്ഞാൽ കൂന്തൾ ഇതാ 12 യൂറോ. വെയിറ്റ് അല്ല ഷാമ്പൂ ഇതൊക്കെ ഞാൻ പറഞ്ഞോളൂ. നീ എടുത്തു. ഇതൊക്കെ ടോയ്ലറ്റ് പേപ്പർ വേണം. എല്ലാതെ ഷാമ്പൂ എല്ലാത്തിനും കണ്ട വില കുറവ്. ഇതൊക്കെ വെളിയിൽ നിന്നൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 2 യൂറോ 3 യൂറോ ഒക്കെയാണ്. ഏകദേശം 1 യൂറോ എല്ലാ സാധനം 2 യൂറോ 1 യൂറോ ഒക്കെ ഉള്ളൂ. 1 യൂറോ ഓക്കെ മസ്യ. നമുക്ക് എന്താണെങ്കിലും നമ്മളിതേ നമ്മുടെ ഈ ഒരു സത്യം പറഞ്ഞത് ടോയ്ലറ്റ് പേപ്പർ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടില് അല്ലാതെ കിച്ചൺ പേപ്പർ കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കാനൊക്കെ എളുപ്പം ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എന്തായാലും മേടിക്കുകയാണ്. ഏകദേശം 6 റോളിന് ഏകദേശം 900 രൂപ അടുത്തായി 10 യൂറോ. എന്തായാലും ഇവിടെ എടാ അത് കൊണ്ടുവരും.
ഏതാ മേടിക്കണ്ടത്? സെൻസോഡിൻ നല്ലൊരു കോൾഗേറ്റിന് മേടിച്ചു. ഒരു കോൾഗേറ്റ് മേടിക്കാം, കാര്യം പേസ്റ്റ് കാര്യങ്ങളൊക്കെ തീർന്നില്ലേ. വീഡിയോ കാര്യം ഒന്നുമില്ല. എടാ മോനെ ഇതുണ്ടോ നമ്മുടെ, ഞാൻ ഇത് ഓൾറെഡി മേടിച്ചു, കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഇയർബഡ്സ്. കോമ്പിയ ഫ്രണ്ട് €2. La dernière fois j'ai acheté ici. Ça pas fini après. Je acheté. നമുക്ക് പിന്നെ ഈ പറഞ്ഞത് പാറ്റ സ്പ്രേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറ്റ സ്പ്രേ മേടിക്കണം, പക്ഷെ പാറ്റ സ്പ്രേ അതൊരു സൂല്ല മേടിച്ച്. റൂമിൽ കുറച്ച് പാറ്റകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യങ്ങളും €2 ഉണ്ട്. എടാ നീലെവിടെ? ആ അത് സെറ്റാ. പുലുക്കു compliqué la téléphone നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഇപ്പം അറിയില്ല. അടുത്തെന്താ ചിക്കൻ മേടിക്കണം? തണ്ണിമത്തം മേടിക്കണം. പക്ഷെ പ്രശ്നം എന്താ പറയാ, ചെറിയ പീസ് അമ്മമാര് തരികയല്ല നമുക്ക്. ഷെഫ് ദോനെ €1. Dona 1 kilo. Il y a pas un kilo. Pour 1 kilo, il n'y a pas. Il y a Ça combien? Comme je l'ai dit à tous. Donnez, d'accord. Regarde, celui-là, 4,50. 4,50? 4,50, ouais. €4.50 എന്നാണ് പറയുന്നത്. Ça combien kilo? 4,50. Il y a 4 kilos et demi. അമ്മാരുടെ കാര്യമാണ്. അമ്മ തട്ടിപ്പറിക്കും. നമ്മൾ കട്ടക്കട്ടായി നിൽക്കണം. ചെയ്യാൻ വന്നാൽ ഇടിച്ചിരിക്കണം. കിട്ടുകയല്ല എന്നുള്ള രീതി ഇങ്ങനെ നിൽക്കണം. മല്ലിയല അല്ല, മല്ലിയല വീട് എടാ ചില്ലറ ഇല്ലോടാ, അങ്ങനെ വരും. കാര്യങ്ങൾ പറയും, നീ പറയും. നിന്റെ മറ്റേ സാധനം ഇവിടെ കയ്യിലെടുത്ത് വെച്ചു. അപ്പൊ എന്താ എടാ കിലോ ഈ ഒരു ചിക്കന് നോർമലായിട്ട് എന്താണ് €3 ആണ്. എന്നുവെച്ചാൽ €300, 250 രൂപയാണ് വരുന്നത്. പക്ഷെ ഇത് നിലവിൽ എന്താണ് 4 കിലോ മേടിച്ചാൽ €10 കിട്ടും. ഏകദേശം €900 ആവും. അപ്പം അതാണ് ഇതിന്റെ ഗുണം. കാര്യം വെളിയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർട്ടനായിട്ട് മേടിക്കാൻ പറ്റുള്ളൂ. അല്ല, 1 കിലോക്ക് €300, ഏകദേശം €30 10 കിലോ മേടിക്കുന്നു. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. 4 കിലോ അല്ല 5 കിലോക്ക് €10 കിട്ടും. എന്നുവെച്ചാൽ €900 കിട്ടും. എടാ ബീഫിന്റെ റേറ്റ് വേണ്ടേ? എടാ ബീഫ് ജസ്റ്റ് കാണിക്കേ. എടാ ബീഫിന് റേറ്റ് എന്താണല്ലേ വരുന്നത്? ബീഫിന് ഏകദേശം വരുന്നത് ഏകദേശം ഒരു €900 അടുത്ത് 10 രൂപ. പശുവാണോ? പശുവിന് ഏകദേശം വരുന്നത് €10 ആണ്. ഏകദേശം ഒരു 10-900 അടുത്ത് വരും. എടാ ബീഫിനോ? ബീഫിന്റെ റേറ്റിന്റെ എഴുതി. ഇതെന്താ? എടാ ഇതോ മട്ടൺ എത്രയാണ്? 2 കിലോ €25. 2 കിലോക്ക് €2300 കേട്ടോ. കരള് മേടിക്കണമെന്ന് ഓർത്ത്, പക്ഷെ കരളിന് നിലവിൽ എന്താണ് ഇവിടെ കരളില്ല. എന്താണല്ലോ കരള് തീർന്നു. കാര്യം കഴിഞ്ഞ തവണ ഞാൻ കരള് മേടിച്ചിട്ടുണ്ടായി. എന്താളിന്റെ പുള്ളിക്കാരൻ കട്ട് ചെയ്യാണ്, പുല കട്ട് ചെയ്യാണ്. നമ്മുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ്. €3 la pièce. C'est quoi ça, chef? C'est quoi ça? Ah oui, parce que c'est beau. Ouais. Vous filmer là. Excuse-moi, chef, puis-je filmer? Oui. Ok, Pas mon visage. Ah, pas ton visage. അവന്റെ ഫേസ് കാണിക്കരുത്. പറഞ്ഞോളൂ. എടാ excuse-moi, chef, pouvez-vous soulever encore? Non, pouvez-vous soulever encore? Lequel? Comme tout. Ça, c'est pas ici. Ça, c'est Fahrenheit. അപ്പൊ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവാണ്. നമ്മുടെ ചെറിയൊരു ആഫ്രിക്കാരുടെ സ്പ്രേ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, വെർസാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഓക്കെ,
اوكي اوكي طول بيرسون جوس في اي سي اشتاي بوكو شوس داكا നോക്ക് സജു വി നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ നീ പതുക്കിട് നമ്മുടെ മാലകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നിസ്സാര റേറ്റിന് നമുക്ക് കിട്ടും. ഇവരുടെ മുത്തുമാല ആഫ്രിക്കൻ സ്പെഷ്യൽ മുത്തുമാലകളാണ്. നമുക്കത് ഓരോ ആഫ്രിക്കൻ സിനിമകളിലൊക്കെ നമുക്ക് കാണാം. ചെറിയ ബാക്കി ഇത് നല്ല ഉപകാരമാണ് കേട്ടോ ഈ സാധനം. ഏകദേശം €2 3 മേടിക്കണം. ഇഷ്ടം കണ്ടത് എടാ കണ്ടത് ബാഗ് കാര്യങ്ങളൊക്കെയാണ്. സബോള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് മേടിക്കണ്ടേ? എന്താണ് മേടിക്കുന്നത്? ഇഷട്ട് മേടിച്ചോ. നമ്മുടെ അതെ പഴവും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഏകദേശം €1 1 കിലോ പഴം കാര്യങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടില് മത്തി പൊരിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ചോദിച്ചു. യൂട്യൂബറാന്ന് പറഞ്ഞപ്പോൾ എന്നാ എടുത്തോളാൻ പറഞ്ഞു. അവിടെ നിന്ന് കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഞാനും ഹെൻറിയും വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. കാര്യം അവിടെ നിന്ന് ഒരുപാട് നമുക്ക് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. കാര്യം ഒരുപാട് പേര് നമ്മുടെ ഫിലിം റെസ്ട്രിക്ഷൻ പറഞ്ഞു. കാര്യം വീഡിയോ എടുക്കുന്ന തടസ്സങ്ങൾ പറഞ്ഞു. അവർക്ക് ഒരുപാട് പേർക്ക് അസൗകര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒരുപാട് നമുക്ക് ഒരു പരിധിയുടെ അപ്പുറം നമുക്ക് അവരെ കാണിച്ചെടുക്കാനും പറ്റില്ല. കാര്യം നിങ്ങൾ ഫ്രാൻസിലൊക്കെ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വില കുറച്ച് നമുക്ക് റേറ്റ് കിട്ടുന്നത് എന്നും ഇങ്ങനെയുള്ള മാർക്കറ്റുകളിലായിരിക്കും. അപ്പം നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റുകൾ നിങ്ങളുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സാധനങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, മേടിക്കുക. നമ്മുടെ ഹെൻറിയാണ് നമുക്ക് വീഡിയോ മൊത്തം നമ്മളെ ഹെൽപ്പ് ചെയ്തത്. എന്നാൽ ആള് പുലിയാണ്. അത് വേണ്ട. അതെന്താണ് അപ്പൊ നിങ്ങൾ എന്താ പറയാനുള്ളത്? പറയും അല്ല എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് മാർച്ച്? എങ്ങനെയുണ്ടായിരുന്നു മാർച്ചിലെ എക്സ്പീരിയൻസ്? മാർച്ച് നല്ലതായിരുന്നു. ഏറ്റവും നല്ല വലിയ മാർച്ച്. പിന്നെന്താ നല്ല വിലക്കുറവില് സാധനങ്ങൾ കാണും. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ഫ്രാൻസിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അതുപോലെ തന്നെ ഫ്രാൻസിലോട്ട് അല്ലെ പാരീസിലോട്ട് നിങ്ങൾ യാത്രയ്ക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെറിയ സാധാ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതിലും റേറ്റിൽ കുറവിൽ നമുക്ക് ഈ പറഞ്ഞ മാർഷൽ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ എന്തായാലും ഞങ്ങളത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.